വഴികാട്ടി. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടുന്ന വാക്കുകൾ. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഞാൻ മോള ടീച്ചർ, അഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ HM ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ വികാസമാണ്. അതായത് വ്യക്തികളുടെ വ്യക്തിത്വ വികാസം എന്ന് പറയും. അപ്പം അതിനെ നമ്മൾ വായിക്കുന്നതിനും കാണുന്നതിനും അനുഭവിക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഹൃദ്യമായിട്ട് തോന്നും. ചിലത് നമുക്ക് കണ്ടാൽ അതിൻ്റെ വിഷ്വൽ ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവണതായിട്ട് തോന്നും. പിന്നെ ചിലതാണെങ്കിൽ നമ്മൾ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ വായനയ്ക്കായാലും അതുപോലെ ഈ കാഴ്ചകൾക്കായാലും അനുഭവങ്ങൾക്കായാലും എല്ലാം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വ്യക്തിത്വ വികാസത്തിലെ പ്രാധാന്യമുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകി പ്രയോറിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട്, പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ വ്യക്തിത്വ വികാസം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഒന്നിനും ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയോ ഒന്നിനെയും വില കുറച്ച് കാണുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ചില നോവലുകൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തെക്കാളും അത് വായിക്കുമ്പോൾ നമുക്ക് ആ ലേഖകനോടൊപ്പം ആ എഴുത്തുകാരനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് സുഖം. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ വായിച്ചിട്ട് തന്നെ ആ സുഖം അനുഭവിക്കണം. ചിലത് കണ്ടാലാണ് സുഖം, അപ്പം അത് കാഴ്ച. അപ്പോൾ അതുമാത്രമല്ല, ടെക്നോളജി ഒരുപാട് വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് അത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിനായിരിക്കണം ഉപയോഗിക്കുന്നത്. നീഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്തുപയോഗിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ഉപയോഗിക്കുക. സമയം കൃത്യമായിട്ട് ആ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് എന്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് കൂടുതൽ സമയം, അല്ലെങ്കിൽ അതിന് അങ്ങനെ സമയത്തിനെ വിനിയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ച ഒരാൾക്ക് ആളുടെ ഭാവി അല്ലെങ്കിൽ ആളുടെ ജീവിതയാത്രയിൽ അത് ആൾക്ക് ഒരുപാട് സഹായം ചെയ്യും. ചില കാര്യങ്ങൾ ഇപ്പോൾ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലതും ഒരുപാട് നമ്മുടെ സമയം കളയുന്നതും നമ്മളെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആക്കുന്നു. അതായത് നമുക്കതിനോട് ഭയങ്കര ആകർഷണം വരുന്നു. അപ്പം നമ്മൾ സമയം പോണത് അറിയാണ്ട് നമ്മൾ അതിലൊരുപാട് സമയം ചിലവഴിക്കുന്നു. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ മതി. ആ സമയം നമുക്ക് വല്ലത്തിനും ഉപയോഗപ്രദമായോ, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്തുള്ള ഒരു ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത പറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇന്നത്തെ കുട്ടികളെ മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വയം നിങ്ങൾ മാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റം എളുപ്പമാണ്. പിന്നെ മാറ്റം എന്ന് പറയുന്നതാണ് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാധാന്യമനുസരിച്ചും നീഡനുസരിച്ചും ആവശ്യമനുസരിച്ചും നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ അഭ്യസിക്കേണ്ട ഒരു ശീലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് നമ്മുടെ തലച്ചോറ്, ബ്രെയിനും അതുപോലെ ഹൃദയവും. തലച്ചോറും ഹൃദയവും ഇവർ രണ്ടുപേരും വളരെ നന്നായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർത്തമാനകാലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ എല്ലായ്പ്പോഴും ആയിരിക്കുന്ന ഒരവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്.
അപ്പോൾ ഹൃദയത്തിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വഴി തെറ്റില്ല. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ഏകാഗ്രത, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവണം, പിന്നെ അതുപോലെ നമുക്ക് നല്ല ഏകാഗ്രത കിട്ടണം, പിന്നെ നമ്മുടെ അറിവുകൾ ശേഖരിച്ച് വെക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചലഞ്ച് കൊടുക്കുന്ന ഒരു ബ്രെയിൻ ലൈവായിരിക്കും, അതിനെ അത്ര പെട്ടെന്ന് ഈജാവില്ല. അപ്പോൾ എന്നും നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പുതിയൊരു കാര്യം പഠിപ്പിക്കുക, അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും കൂടെ ആയിരിക്കണം. അപ്പോൾ ബ്രെയിനിനെ ആക്റ്റീവ്, അത് നമ്മുടെ ബുദ്ധിശക്തിയെ വളരെ നന്നായിട്ട് വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ബ്രെയിനിന് കുറച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതുപോലെ ഹൃദയത്തിലും ഫോക്കസ് ചെയ്യണം. ബ്രെയിനിന് വേണ്ട ചലഞ്ചസ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ട്, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലാ ദിവസവും പുതിയതൊന്ന് പഠിക്കുക. ഇനി നമ്മൾ യൂട്യൂബൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്നും സെർച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇഷ്ടംപോലെ ബ്രെയിൻ എക്സസൈസുകളും ബ്രെയിൻ യോഗകളും ഒക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബ്രെയിൻ എക്സസൈസ് പതുക്കെ ചെയ്യാൻ തുടങ്ങി ഡെയിലി നിങ്ങൾ ബ്രെയിൻ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും ലൈവായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ബുദ്ധി വളരാനും, അതുപോലെ ഓർമ്മശക്തി, ഏകാഗ്രത, ഇതൊക്കെ വളരാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആവശ്യമനുസരിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ടീച്ചർക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. നന്ദി, നമസ്കാരം.